ഇപ്പോൾ മുക്കത്തെത്തിയപ്പോൾ ഒരു ഉമ്മ നമ്മളെ കാണണമെന്ന് പറഞ്ഞു. ആ ഉമ്മയ്ക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയണമെന്ന് പറഞ്ഞു. ഉമ്മയുടെ പക്ഷേ ഫേസ് ഐഡൻറ്റിറ്റി നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഉമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഉമ്മ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ആരും മൊബൈൽ ഫോണിൽ ഇത് ചിത്രീകരിക്കരുത് എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. ഇത് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇത് വലിയൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് പറയേണ്ട കാര്യമല്ല. ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു. മകൻ്റെ കാര്യം തന്നെയാണ്. എന്താ സംഭവിച്ചത്? മകൻ ലഹരി ഉപയോഗിക്കും. എന്ന് മുതൽ ഉപയോഗിച്ചു തുടങ്ങി? കുറേ നാളായിട്ട്. ഇപ്പം 22ാമത്തെ വയസ്സാണ്. എത്ര വയസ്സ് മുതൽ ഉപയോഗിച്ചതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത്? എത്ര വയസ്സെന്ന് വെച്ചാൽ ഓന് ഒരു 8ാം ക്ലാസ് മുതൽ ആണോ? അവൻ ആയിട്ടൊക്കെ. പക്ഷെ ഇപ്പം നല്ല തലക്ക് പിടിച്ചിട്ട് ജോലിക്കൊന്നും പോകില്ല. ഭയങ്കര. ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് ഏത് ലഹരിയാ? കഞ്ചാവാണ്. 8ാം വയസ്സ് മുതൽ? 8ാം വയസ്സിലല്ല, 8ാം ക്ലാസ് പഠിക്കും. ഒരു 13-14 വയസ്സുള്ളപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയതാണ്. ആദ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താ ചെയ്തത്? ആദ്യം ശ്രദ്ധയപ്പെട്ടപ്പോൾ ഉപദേശിച്ച് നന്നാവുമെന്ന് വിചാരിച്ച്. ഡി അഡിക്ഷൻ സെന്ററിൽ എവിടെയെങ്കിലും കൊണ്ടുപോയോ? എവിടെയും കൊണ്ടുപോയിട്ടൊന്നും. അതെന്താ കൊണ്ടുപോകാൻ? അല്ലാതെ ഇപ്പം കുറച്ച് ഒരു വർഷത്തോളായിട്ടേ ഉള്ളൂ. ഇപ്പം പിന്നെ ഇതിന് അഡിക്റ്റ് ആയിട്ട്. കഞ്ചാവ് തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്? കഞ്ചാവും വേറെ എന്തോ മറ്റേ സ്റ്റിക്കറോ അതൊക്കെ ഉപയോഗിക്കുന്നു. ആ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കും. എന്താണ് അയാളുടെ ഒരു പെരുമാറ്റത്തിൽ എന്താ മാറ്റം? ചില സമയത്ത് ദേഷ്യമാണ്, ചില സമയത്ത് നല്ല സ്വഭാവമാണ്. മറ്റു ജോലിക്കൊന്നും പോവില്ല? ജോലിക്കൊന്നും ഇപ്പോൾ ഒരു വർഷമായിട്ട് പോവാറില്ല. വിവാഹം കഴിച്ചില്ല? ഇല്ല. മറ്റു സഹോദരങ്ങളുണ്ട്? ഒരു മോളുണ്ട്. അപ്പോൾ അവർ വിളിച്ചുപദേശിക്കാറില്ല? എല്ലാവരും. ദേഷ്യം വല്ലാത്ത സമയത്ത് ദേഷ്യം വരാറ് കിട്ടാതെ നിൽക്കുന്ന ഈ സമയം. ഡി അഡിക്ഷൻ സെന്ററിൽ എന്താ കൊണ്ടുപോകാൻ ഉമ്മ? അതിനൊന്നും ആരും മെനക്കെടാനൊന്നുമില്ല. ആരും ഇല്ല കൂടെ? കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളെ ആ രീതിയിൽ എന്തെങ്കിലും സഹായിക്കണോ? എക്സൈസിൻ്റെ സഹായിച്ചാൽ വലിയ ഉപകാരം. കാരണം ഓൻ കൈ വിട്ട് പോയിണ്. എന്ത് പറഞ്ഞാലും ഓന് തലയിൽ കയറാത്ത രീതിയിലായി. ഇത്തരം കാര്യം പറയുമ്പോൾ എന്താ അയാളുടെ റിയാക്ഷൻ? ശരിയാക്കാന്ന് പറയും. പക്ഷേ ഇന്ന് വരെ പറയുന്നതൊന്നും അവൻ്റെ തലയിലേക്ക് കയറുന്നില്ല. എത്ര പേരാ ഉമ്മയ്ക്ക് മക്കള്? എനിക്ക് 2 പേരാ. അതിൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? മോള് പഠിക്കുക, 8ാം ക്ലാസ് പഠിക്കുക. ഈ കുട്ടിയോടും ദേഷ്യപ്പെടാറുണ്ടോ ഇയാൾ? ഓളുമായിട്ടും ഭയക്കാണ്. ഇപ്പം തന്നെ ഓള് വീട്ടിലിട്ട് പോന്നിട്ട് പേടിയായിട്ടുണ്ട്. കാരണം ഭയങ്കര കച്ചറ. ഇന്നാള് എന്നെ അടിക്കാനൊക്കെ വന്ന്, ബെൽറ്റൊക്കെ എടുത്ത് അടിക്കാൻ വന്ന്, ബെൽറ്റ് ഊരിയിട്ട് അടിക്കാൻ വന്നു. നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ സഹായിക്കേണ്ടതുണ്ടോ? എക്സൈസുമായിട്ട് വകുപ്പ് ചേർന്നിട്ട് സഹായിച്ചാൽ വലിയ ഉപകാരം. തീർച്ചയായിട്ടും നമുക്കത് ആ വിഷയം പരിശോധിക്കാം. കേട്ടോ ഉമ്മ? ശരി. ഉമ്മ വിഷമിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ശരിയാവും. ഒരുപാട് പേര് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി കാര്യങ്ങൾ ശരിയാക്കി. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.